ഞങ്ങളുടെ ഡാൻഡേലി യെല്ലാപ്പൂർ ട്രിപ്പിൻ്റെ അവസാനത്തെ ഡെസ്റ്റിനേഷനാണ് മഗോഡ് വാട്ടർഫാൾസ്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. ടിക്കറ്റ് നിരക്ക് 30 രൂപയാണ്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. നല്ല കോൺക്രീറ്റ് ആയിട്ടുള്ള പാത്ത് വേ ഇവിടെ ഉണ്ട്. മഗോഡ് വാട്ടർഫാൾസിൻ്റെ മുമ്പിൽ വരെ ഈ നല്ല വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയും. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കുട്ടികൾ കളിക്കാനായിട്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ താഴോട്ട് പോയിട്ടാണ് വാട്ടർഫാൾസിൽ എത്തിച്ചേരുന്നത്. ഇവിടെ വാട്ടർഫാൾസിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് വാട്ടർഫാൾസ് എല്ലാവരും കൂടി നിൽക്കുന്നിടത്ത്. അതിൻ്റെ താഴോട്ട് നോക്കിയാൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാനായിട്ട് കഴിയും. ഉത്തര കന്നഡയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് മഗോഡ് വെള്ളച്ചാട്ടം. ഇത് യെല്ലാപ്പൂർ ടൗണിൽ നിന്നും 16 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇത് ബെഡ്തി റിവറാണ് ഈ വെള്ളച്ചാട്ടമായി മാറുന്നത്. ബെഡ്തി റിവർ ഒഴുകി വന്ന് ഈ മഗോഡ് എന്ന സ്ഥലത്ത് വെച്ച് 660 അടി താഴ്ചയിലേക്ക് പതിക്കുകയാണ്. അത് 2 തട്ടായിട്ടാണ് ഈ താഴ്ചയിലേക്ക് പതിക്കുന്നത്. ഒരു ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നത് പോലുള്ള ശക്തമായിട്ടാണ് ആ വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഇനി കുറച്ചും കൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ മറ്റൊരു ആംഗിളിൽ നമുക്ക് മറ്റൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് വേറൊരു ആംഗിളിൽ ഈ വെള്ളച്ചാട്ടം കാണുവാനായിട്ട് കഴിയും. പിന്നെ 3 തട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ കണ്ടത് ആദ്യത്തെ തട്ടിലാണ്. ഇപ്പോൾ രണ്ടാമത്തെ തട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കുറച്ചും കൂടെ താഴോട്ടിറങ്ങിയാലാണ് യഥാർത്ഥ വ്യൂ നമുക്ക് കിട്ടുന്നത്. ഇവിടെ പോകുന്ന വഴിക്കുള്ള ഓരോ വ്യൂസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ താഴോട്ടിറങ്ങണം. ഇവിടെ നിന്നിട്ട് ഇപ്പോഴും വേറൊരു ആംഗിളിലാണ് ഇത് കാണുന്നത്. ഇവിടെ അപ്പോഴത്തേക്ക് വെള്ളത്തുള്ളിയൊക്കെ വീണിട്ട് മൂടൽ മഞ്ഞിൻ്റെ രൂപത്തിൽ ആയി മാറിയിരിക്കുകയാണ്. കുറച്ചും കൂടെ താഴോട്ടിറങ്ങിയിട്ടുള്ള വ്യൂ ആണ്. നല്ല മലനിരകളാണ്. എല്ലാം പശ്ചിമഘട്ട മലനിരകളാണ്. ആ മലനിരകളിലെ ബെഡ്തി റിവർ ഒഴുകി താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് മഗോഡ് വാട്ടർഫാൾസ്. ഇവിടെ വെള്ളം പുകയായിട്ട് മുകളിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു വ്യൂവും കൂടെ ഉണ്ട്. ആ വ്യൂയിലോട്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് സമയക്കുറവുണ്ട്. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തിയാണ്.